ഹലോ നമസ്കാരം. തിരുവനന്തപുരത്ത് മേയറുടെ ഒപ്പം പട്ടിയുമായിട്ടുള്ള പ്രശ്നമൊന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല. അമ്മായിമാർ ശക്തമായി തെരുവിൽ തന്നെയാണ്. വീട്ടിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ ആരും കാത്തിരിക്കുന്നില്ലല്ലോ. പട്ടിയാണ് അമ്മായിമാരുടെ പ്രശ്നം. വീട്ടിലുള്ള പ്രശ്നങ്ങളൊന്നും ധാരാളമാണ്. അതിന് വീട്ടിൽ പ്രത്യേകിച്ച് പ്രശ്നമുണ്ടെന്നല്ല, അവരിപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തൽക്കാലം അവിടെ നിർത്തി വെച്ചുകൊണ്ട് അമ്മായിരെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. സുപ്രീം കോടതി പറഞ്ഞ് നടപ്പിലാക്കിയാൽ മാത്രം മതി. 13 ഡയറക്റ്റീവ്സ് ആണ് സുപ്രീം കോടതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതു സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം നായ്ക്കളെ പിടിക്കുക. പൊതുയിടത്തുനിന്നല്ല, പൊതുയിടത്ത് നിങ്ങളുടെ സ്പെഷ്യൽ അസോസിയേഷന്റെ മുമ്പിൽ നിന്നല്ല, തെരുവിന്നല്ല. നിങ്ങൾ വഴി കൂടെ പൊതു നായ്ക്കളെ പിടിക്കാൻ അനുവദിച്ചിട്ടില്ല. അതിനെ ABC പ്രകാരം അതിനെ പിടിച്ച് അതിനെ വന്ധ്യംകരിച്ച് തിരിച്ച് അവിടെ വിടണം. പൊതു സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ പിടിക്കാൻ അനുവാദമുള്ളൂ. പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ചിട്ട് ഏറ്റവും നല്ല ഫെസിലിറ്റി കൃത്യമായിട്ട് പറയുന്നത് മാനദണ്ഡം 24 മണിക്കൂർ മെഡിക്കൽ ഫെസിലിറ്റി ഉള്ള, ഡോക്ടറുള്ള, 2 നേരം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറ്റുന്ന, ഓടി നടക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടാവും. ഈ പട്ടി അമ്മായി പട്ടി സ്നേഹി ആയിട്ടുള്ള ഈ അമ്മായിയുടെ പേരറിയുമെങ്കിൽ ഒന്ന് അടിയിൽ കമന്റ് ചെയ്യണേ, അറിയാത്തതുകൊണ്ട്. കേരളത്തിൽ പട്ടികൾ കൊണ്ടുള്ള ശല്യം പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും എത്രയോ ആക്രമിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ പത്രങ്ങളിൽ കണ്ടിരിക്കുന്നു. പത്രവായന ശീലമുള്ളതുകൊണ്ട് അമ്മായി അത് കണ്ടിരിക്കാൻ സാധ്യതയില്ല. പിന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം തന്നെയാണ് പട്ടികളെ ഷെൽട്ടറിലാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അമ്മായി പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വൈരവ്യവഹാരം നടത്തുന്ന പട്ടികളെ പിടിച്ചുകൊണ്ട് ഈ ഷെൽട്ടറിൽ അടിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. തെരുവിൽ നടക്കുന്ന, വീടുകളെ ചുറ്റിപ്പറ്റി നടക്കുന്ന പട്ടികളെ തന്നെയാണ് നാം കൊണ്ടുപോയി ഷെൽട്ടറിൽ അടക്കേണ്ടത്. നിങ്ങൾ പത്രം വായിക്കൂ എൻ്റെ പൊന്നു അമ്മായി. എത്രയോ കുട്ടികളെ ആക്രമിച്ച കേസുകൾ നമ്മൾ ദൈനംദിനമായി കേൾക്കുന്നു. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അതോ നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രത്യേക തരം പട്ടിത്തിമിരം ബാധിച്ചിട്ടുണ്ടോ? പിന്നെ കാലത്ത് 2 കോയിൻ്റെ മുട്ടയും 1 ഗ്ലാസ് പാലും കൊടുത്ത് പട്ടിനെ വളർത്താൻ ഇത് കൊച്ചമ്മമാരുടെ കേരളമല്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതികളിലൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പ്രധാന വിഷയം മനുഷ്യരായ നമ്മൾക്ക് നിങ്ങൾക്കും, നിങ്ങളും മനുഷ്യരാണല്ലോ, നമ്മൾക്ക് തെരുവിലൂടെ ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മുന്നിൽ കാണുന്നത് മനുഷ്യർക്ക് നടക്കാനുള്ള വഴിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പൗണ്ടിൽ കെട്ടിയിട്ടോ ഓടിച്ചിട്ടോ കെട്ടിപ്പിടിച്ചോ വളർത്താലോ. ഈ സാധനത്തിന് എന്തിനാണ് തെരുവിലിട്ട് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? വീട്ടിൽ വളർത്തേണ്ട സാധനം വീട്ടിൽ തന്നെ വളരും. വീട്ടിൽ വളർത്തേണ്ട സാധനം തെരുവിലോട്ട് വന്നാൽ നിങ്ങളെപ്പോലെ അക്രമശക്തികളാവും, നിങ്ങളെപ്പോലെ അക്രമം കാണിക്കുന്നവരാവും. വീട്ടിലുള്ളത് വീട്ടിൽ തന്നെ ഇരിക്കണം. പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളത് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ജനങ്ങൾക്ക് തെരുവിലൂടെ നടക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന എല്ലാ ജില്ലയിലും ഇത് വേണം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾക്കറിയാം, അമ്പലപ്പറമ്പുകൾ, പള്ളിപ്പറമ്പുകൾ, തെരുവുകൾ, കടപ്പുറം, ബീച്ചുകൾ, ഇങ്ങനെ തുടങ്ങി എല്ലായിടത്തും പട്ടികൾ കൊണ്ട് നിറഞ്ഞ് ഇവറ്റിങ്ങൾ ആക്രമിക്കുന്നേ. കൃത്യമായി ഭക്ഷണം കിട്ടാതെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരം ആക്രമണ സ്വഭാവം കൂടുതലാണ് ഇത്തരം തെരുവ് പട്ടികൾക്ക്. അവരെ പിടിച്ച് ഷെൽട്ടറിൽ അടക്കാൻ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ഇത്രയും പട്ടിപ്രേമമുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റിങ്ങളൊക്കെ പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവെക്ക്. ഈ അമ്മായിയുടെ വീട് എവിടെയാണെന്നല്ല, ഈ അമ്മായിയുടെ വീട്ടിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിട്ട. പട്ടി പോയിട്ട് ഒരു കോഴി 2 മുട്ട കിട്ടാൻ ഒരു കോയിനെ പോലും വളർത്തുന്നുണ്ടാവില്ല ഇവരൊക്കെ. കാലത്ത് കുറ്റിയും പറിച്ച് തെരുവിലിറങ്ങി വന്നിട്ട് ഇങ്ങനെ ഈ പ്രസംഗം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ല പണിക്ക് പോവാൻ അമ്മായി നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ 10-25 കോയിനെ വീട്ടിലിട്ട് വളർത്തും, മുട്ടയെങ്കിലും കിട്ടും. മുട്ട 2 ഡോക്ടർ, 1 ഗ്ലാസ് പാല്, 2 മുട്ട, ഉച്ചക്ക് കോഴി ബിരിയാണി, വൈകിട്ട് മട്ടൻ ബിരിയാണി നമ്മൾ ശരിയാക്കി കൊണ്ടുവരുന്ന പട്ടികൾക്ക്. അവറ്റിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും സൗകര്യവും ഒരുക്കിയിട്ടുള്ള ഷെൽട്ടറിലേക്കാണ് കൊണ്ടുപോകുന്നതാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ആരും വെടിവെച്ച് കൊല്ലുകയോ കൊണ്ടുപോയി കുഴി കുഴിച്ച് അതിൽ മൂടുകയൊന്നും ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? കൊണ്ടുപോകുന്നവരൊക്കെ മനസാക്ഷിയുള്ളവരാണ്. ഇവിടുത്തെ വിഷയം മനുഷ്യർക്ക് തെരുവിലൂടെ നടക്കാനുള്ള സാഹചര്യം ഒരുക്കാവുന്നതാണ്. അതിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പട്ടിയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ കൊണ്ടിടാം. ഇനി കോമ്പൗണ്ടില്ലാത്ത പട്ടിയാണെങ്കിൽ വീട്ടിൽ അടച്ച് ഇട്ട് സ്നേഹിച്ച് ചിവിക്കൂ, പ്രണയിക്കൂ. നിങ്ങൾ പട്ടിണിയുമായി പണ്ട് ജഗതി പറഞ്ഞ യൂക്കാലിപ്സ് ഇട്ട മരങ്ങൾക്കിടയിൽ
ഇവറ്റികളെല്ലാം പിടിച്ചുകൊണ്ടുപോയി ഏതെങ്കിലും ഷെൽട്ടറിൽ അടക്കി തന്നെയാണ് വേണ്ടത്. മനോഹരമായ പട്ടികളെ സ്നേഹിച്ച് വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ കോമ്പൗണ്ടിലും ഇട്ട് വളർത്തുന്ന വൃത്തിയായി സ്നേഹിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത്തരം കുരയ്ക്കുന്ന പട്ടികൾ, വീട്ടിൽ പോലും കെട്ടിയിടാൻ പറ്റാത്ത ഇത്തരം അമ്മായിമാരെ കുറിച്ചാണ്. അമ്മായിമാരെ ഞാൻ പറയുന്നു, ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എല്ലാ ജില്ലയിലും ഇത്തരം ഷെൽട്ടറുകൾ വേണം. ഇത്തരം തെരുവിൽ നടക്കുന്ന പട്ടികളെ ഷെൽട്ടറുകളിൽ അടക്കുകയും മനുഷ്യർക്ക് നടക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. അമ്മായിമാർക്ക് പട്ടിപ്രണയമുണ്ടെങ്കിൽ അമ്മായിമാർ ഓരോ കഷത്ത് ഓരോ പട്ടിയും വെച്ച് തെരുവിലൂടെ നടക്കൂ. ചങ്ങല നിങ്ങളുടെ കയ്യുമ്മലിട്ട് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ ഓടി കളിക്കത്തില്ല. എന്തുവാ